ഹായ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്റർ നമ്പർ 8 വളരെ വലിയൊരു ടോപ്പിക്കാണ് ഓഡിറ്റ് ഓഫ് ബാങ്ക്സ്. അപ്പോൾ ഈ ബാങ്ക് ഓഡിറ്റ് എന്ന് പറയുന്ന സാധനവുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ബാങ്ക് ഓഡിറ്റ് എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോൾ MCQയിൽ ഒന്നോ രണ്ടോ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഒരു നോർമലി നമ്മളിപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റിംഗ് ആസ്പെക്ട്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ബാങ്കുകളിലും ഓഡിറ്റിംഗ് ആസ്പെക്ട്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും. ഓഡിറ്റാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. അപ്പോൾ ബാങ്ക് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ബാങ്കുകളിൽ ഓഡിറ്റ് ചെയ്യേണ്ടത്? ഒരു രാജ്യത്തിൻ്റെ അവരുടെ ഫൈനാൻഷ്യൽ സെക്ടറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആക്ച്വലി എന്ത്? ബാങ്ക്സ്, റൈറ്റ്? അപ്പോൾ ബാങ്കുകൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അത്രമാത്രം ആ രാജ്യത്തിൻ്റെ ആ എക്കണോമിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ സ്റ്റേബിലിറ്റി ഒക്കെ അതിൻ്റെ ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ എക്കണോമി സ്റ്റേബിളൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എക്കണോമിയിൽ മണി സർക്കുലേഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും കൂടെയാണ് എന്ത് ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് പലപ്പോഴും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മളുടെ മൊത്തം രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ സിസ്റ്റംസിനെ എന്ത് ചെയ്യും? തകർക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ബാങ്കിൽ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ബാങ്കുകൾ സുതാര്യമായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഫ്രോഡുലൻ്റ് ആയിട്ടൊക്കെ ബാങ്കുകൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എക്കണോമി തകരാൻ അത് തന്നെ ധാരാളമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഓഡിറ്റർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് നമ്മൾ ബാങ്കിനെ കുറിച്ച് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നമ്പർ 8 യൂണിറ്റ് നമ്പർ 4 അതാണ് എന്ത്? ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് വരുന്നത്. ബാങ്കുകളെ ബേസിക്കലി നമുക്ക് പല ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബാങ്കുകൾ പല രീതിയിലുണ്ട്. അതിലൊന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളിപ്പം കാണുന്ന HDFC, ICICI, SBI ഇതൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ടാവും, RRBs. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്ക്സ് റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ബാങ്കുകളാണ്. പിന്നെ കോഓപ്പറേറ്റീവ് ബാങ്ക്, നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്യാം? ബാങ്കുകൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പം ഫൗണ്ടേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് നമ്മൾ ബാങ്കുകളുടെ ലിസ്റ്റുകൾ പറയുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് IDBI എന്നൊക്കെ പറഞ്ഞ കുറേ ബാങ്കുകൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നബാർഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ബാങ്കുകളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റ് ബാങ്ക്സ്. പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന, നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ബാങ്കാണ്. ഇപ്പോൾ നമുക്ക് Paytm പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, ഇപ്പോൾ ജിയോ പേയ്മെൻറ്റ് ബാങ്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേയ്മെൻറ്റ്, ചെറിയൊരു എമൗണ്ട് നമ്മൾ അതിലേക്ക് ഇടും. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു. സ്പെൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റമാണ് എന്ത്? പേയ്മെൻറ്റ് ബാങ്ക്. പിന്നെ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ചെറിയ ചെറിയ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലോണുകളും കാര്യങ്ങളും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ബാങ്കാണ് എന്ത്? സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ബാങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. So all of them are guided by RBI. They are fundamentally different with respect to their nature, mode of operation and power and target customer group. Okay, അപ്പോൾ ബേസിക്കലി എല്ലാവരെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. എങ്കിൽ പോലും ഓരോ ബാങ്കുകൾക്കും അവരുടെ നേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ പവേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും, അവരുടെ കസ്റ്റമർ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ബാങ്കിനും ഓരോരോ പർപ്പസ് ആണ് എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. ഇനി ബാങ്കുകളിലേക്ക് വരുന്ന സമയത്ത് ബാങ്കുകളിൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ബാങ്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് ആക്റ്റുകളുടെ അണ്ടറിൽ ഒരു റെസ്ട്രിക്ഷൻ വരുന്ന ഒരു സെക്ടറാണ് ആക്ച്വലി ബാങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാങ്കുകളുടെ ബേസിക് ആയിട്ടുള്ള
ആക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്റ്റാണ് 1949 ബിൽഡ് ചെയ്തിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. എല്ലാ ബാങ്കുകൾക്കും ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ കമ്പനീസ് ആക്ട്, അതായത് ബാങ്കുകൾ വേണമെങ്കിൽ കമ്പനീസ് ആക്ടിന് അണ്ടറിൽ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ബാങ്കിങ് കമ്പനി ആയിരിക്കും. ആ കമ്പനികൾ കമ്പനീസ് ആക്ടും കൂടെ കംപ്ലൈ ചെയ്യേണ്ടി വരും. എല്ലാ ബാങ്കുകളും കമ്പനി ആവണം നിർബന്ധമില്ല, ബട്ട് ദേ ക്യാൻ ഫോം കമ്പനീൻ്റെ അണ്ടറിലാണെങ്കിൽ കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ ദർ ആർ സ്റ്റേറ്റ് ബാങ്ക്സ് ഓഫ് ഇന്ത്യ അല്ലേ, SBI ഉണ്ട്. SBI എന്ന് പറയുന്നത് ഗവൺമെൻറ് ബാങ്കാണ്. ആ ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത് SBI ആക്ട് തന്നെയാണ്. ഓക്കെ. പിന്നെ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് സബ്സിഡറി ബാങ്ക് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മുമ്പാണ് അത് ഒക്കെ മെർജ് ചെയ്തത് അല്ലേ. അപ്പം അങ്ങനെ സബ്സിഡറി ബാങ്ക്സ്, SBIയുടെ സബ്സിഡറി ബാങ്ക്സ് നമുക്ക് കാണാൻ പറ്റും. അതിനൊരു ആക്ട് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക് ഒരു സെപ്പറേറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ബാങ്കാണ്. ഇതിന് പുറമെ ഇതൊക്കെ ബാങ്കിങ് ആണെങ്കിലും ഈ ബാങ്കുമായി കണക്ട് ചെയ്യുന്ന മറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. നമ്മൾ 2000-ന് ശേഷമൊക്കെ നമ്മൾ ബാങ്കിങ് സെക്ടറിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പണ്ടൊക്കെ മാനുവൽ സിസ്റ്റത്തിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലേ. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സാധനം വളരെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ബാങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജി വലിയ രീതിയിൽ അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ Paytm പോലെയുള്ള അല്ലെങ്കിൽ GPay പോലെയുള്ള ഈ ട്രാൻസ്ഫറൊക്കെ UPI വെച്ചിട്ട് മിനിറ്റുകൾ കൊണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻഫർമേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ IT സെക്ടർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ആക്ച്വലി ടെക്നോളജി ഈസ് കണക്റ്റഡ് വിത്ത് ദ ബാങ്കിങ് ഓക്കെ എപ്പോഴും. അപ്പം അത് എന്താണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അണ്ടറിൽ അവർക്ക് കുറേ റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് PMLA എന്ന് പറയുന്നത്, മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണി അല്ലെങ്കിൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന പ്രോസസ്സ് നമ്മൾ ലോണ്ടറിങ് എന്ന് നമ്മൾ നോർമലി വിളിക്കാം. ഓക്കെ. അപ്പം അതിനെ റെഗുലേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്താണ് തെറ്റായ മാർഗത്തിലൂടെ ഫണ്ട് സമ്പാദിച്ചിട്ട് അതിനെ വൈറ്റാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന് എന്താണ് അങ്ങനെ ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കാനോ അവരെ പണിഷ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ആക്റ്റാണ് ആക്ച്വലി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന സാധനം. പിന്നെ നമുക്ക് ബാങ്കിങ് കമ്പനീസ് അക്യൂസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിങ്സ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. ബാങ്കുകളിൽ പലപ്പോഴും ഫ്രോഡുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ ആ ബാങ്കുകൾക്ക് അവർക്ക് മാനേജ്മെൻറ്റിന് ആ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ അവരെന്താ ചെയ്യുക, അവർ ആ ബാങ്കിനെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം എന്ത് ചെയ്യും, അവർ മറ്റ് ബാങ്കുകൾക്ക് എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നോർമലി ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറേ റെഗുലേഷൻസും റൂൾസും ഒക്കെ ഉണ്ട്. അതാണ് ദ ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിങ്സ് ആക്ട്. പിന്നെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി റെഗുലേഷൻ ആക്ട്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സിബിൽ പോലെയുള്ള, അതായത് നമ്മളുടെ ഇപ്പം എല്ലാം നമ്മൾക്ക് ലോണ് തരണോ വേണ്ടതെന്നൊക്കെ ബാങ്കിന് തീരുമാനിക്കാൻ സെക്കൻഡുകൾ കൊണ്ട് സാധിക്കും അല്ലേ. കാരണം നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ലോണുകളൊക്കെ റീപേ ചെയ്തിട്ടുണ്ടോ, കറക്റ്റായിട്ടുള്ള അടിച്ചത്, അതിൻ്റെ റാങ്കിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ബിൽഡ് ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ടിൻ്റെ അണ്ടറിലാണ്. പിന്നെ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ട്. ഇപ്പോൾ നമ്മളൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് അയാൾക്ക് എത്തുന്നത് നോർമലി അതിൻ്റെ ഇടയിൽ ഒരു ക്ലിയറിംഗ് ഹൗസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നോർമലി അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ അതൊക്കെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ, ഇപ്പോൾ ഞാനൊരാൾക്ക് GPay വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ GPayയുടെ എനിക്ക് പേയ്മെൻറ്റ് നടത്താനും അതേപോലെ തന്നെ ഇവർക്ക് അത് കിട്ടാനോ ഒരേ സമയത്ത് പറ്റണം എന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ആക്ച്വലി പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ പറയുന്നത്. ഇതൊക്കെയാണ് നോർമലി ഒരു ബാങ്കിങ് കമ്പനീസിന് വരുന്ന റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതിനൊക്കെ പുറമെ ഇവരെ റെഗുലേറ്റ് ചെയ്യുന്ന RBI ഉണ്ട്. RBIയുടെ പ്രൊവിഷൻസും ഇവർക്ക് അപ്ലിക്കബിൾ ആയിരിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934. ഓക്കെ. ഇതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്, ബാങ്കുകളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്.
അപ്പോൾ ഒരു ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ നോർമലി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് നമുക്ക് പറയുന്നത് ഓരോ സ്ഥാപനത്തിലും ഓരോ പോലെയാണെന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാങ്കുകളുടെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ബാങ്കുകൾ എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഫോംസ് ആൻഡ് കണ്ടക്ട് എങ്ങനെയാണ് എന്ന് പറയുന്നത് സെക്ഷൻ 29 സെക്ഷൻ 29 എങ്ങനെയാണ് ഒരു ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോം ആൻഡ് കണ്ടന്റ് ഇത് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആണ്? നാഷണലൈസ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആണ്, സ്റ്റേറ്റ് ബാങ്കിന് അപ്ലിക്കബിൾ ആണ്, റീജിയണൽ റൂറൽ ബാങ്കിന് അപ്ലിക്കബിൾ ആണ്. നമ്മൾ കമ്പനീസ് ആക്ടിൽ നമ്മൾ FRF പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ കമ്പനീസ് ആക്ടിൻ്റെ FRF എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 3 പ്രകാരമാണെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നേരെ തിരിച്ചാണ്, ഇവിടെ 3rd ഷെഡ്യൂൾ എന്നാണ് നമ്മൾ പറയുക. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് 3rd ഷെഡ്യൂൾ ഓഫ് ദ ആക്ട്, ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ 3rd ഷെഡ്യൂളിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ബാലൻസ് ഷീറ്റും P&L പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് 3rd ഷെഡ്യൂളിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിൽ ഫോം എ പിന്നെ ഫോം ബി. ഫോം എ ബാലൻസ് ഷീറ്റിനെ കുറിച്ചും ഫോം ബി P&Lന്റെ ഫോർമാറ്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോംസ് ആൻഡ് കണ്ടന്റ് സെക്ഷൻ 29, അതേപോലെ തന്നെ ഫോം എ ഫോം ബി. ഇതാണ് ഈ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഇൻ ബാങ്ക്സ്. അപ്പം സെക്ഷൻ 30 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 നമ്മളോട് പറയുന്നത് ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ട് ഓഫ് എ ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനി ഷുഡ് ബി ഓഡിറ്റഡ് ബൈ പേഴ്സൺ ഡ്യൂലി ക്വാളിഫൈഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ടു ബി ആൻ ഓഡിറ്റർ ഓഫ് ദ കമ്പനീസ്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് കമ്പനികളുടെ ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കണം? ഈ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനികളുടെ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അല്ലേ. അയാൾ തന്നെയാണ് എന്ത് ചെയ്യുക, ബാങ്ക് ഓഡിറ്റും ചെയ്യുക. Accordingly, the auditor of a banking company is to be appointed at AGM. ബാങ്കിങ് കമ്പനികളുടെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് AGM-ലാണ്. എന്നാൽ നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ, കമ്പനി അല്ലാത്ത നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ബാങ്കുകളാണെങ്കിൽ ടു ബി അപ്പോയിന്റഡ് ബൈ, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നാഷണലൈസ് ബാങ്കുകളുടെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി SBI ആണെങ്കിലോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഡിറ്റ് ആണ് അല്ലേ. നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്ന ആരായിരിക്കും? CAG ആയിരിക്കും അല്ലേ. അപ്പോൾ SBIന്റെ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് CAG ആണ്. അതേപോലെ തന്നെ RRB, റീജിയണൽ റൂറൽ ബാങ്കിന്റെ കേസിൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ് അപ്പോയിന്റഡ് ബൈ ദ ബാങ്ക്. ബാങ്ക് തന്നെയാണ് എന്ത് ചെയ്യുക, ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുക വിത്ത് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ നോർമലി അപ്പോയിന്റ് ചെയ്യുന്നത് AGM-ലാണ് ബാങ്കിങ് കമ്പനിയുടെ കേസിൽ. എന്നാൽ നാഷണലൈസ് ബാങ്ക് ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. SBI ആണെങ്കിൽ CAG, റീജിയണൽ റൂറൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് തന്നെ അപ്പോയിന്റ് ചെയ്യും, പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പ്രയർ അപ്രൂവൽ ആണ്. ഓക്കെ, ഇനി റെമ്യൂണറേഷനോ? Remuneration of the auditor is fixed as per section 142 of the Companies Act. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റെമ്യൂണറേഷൻ ഓഫ് ദ ഓഡിറ്റർ. അപ്പോൾ അത് പ്രകാരമാണ് എന്ത് ചെയ്യുക, ഒരു ബാങ്കിങ് കമ്പനീസിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. ഓക്കെ, ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, RBI റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യും. പിന്നെ ഒരു ഓഡിറ്ററുടെ പവർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ടു ദ കമ്പനി ഓഡിറ്റർ. കമ്പനി ഓഡിറ്ററുടെ ഒരു സിമിലർ പവർ തന്നെയാണ് ആർക്കുള്ളത്, നോർമലി ഒരു ബാങ്ക് ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് നോർമലി വരുന്നത് MCQ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നോർമലി അതിനുള്ള കണ്ടന്റ് നമുക്ക് അതിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ്, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നോർമലി നമ്മളൊരു സാധാരണ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണോ ആഡ് ചെയ്യുക അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു
ബാങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ സിമിലർ പോയിന്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓഡിറ്റർ ഓഫ് എ നാഷണലൈസ്ഡ് ബാങ്ക് ഈസ് പ്രൈമർലി റിക്വയർഡ് ടു കമൻറ്റ് ഓൺ ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അയാൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നോർമലി അയാൾ റിപ്പോർട്ട് ചെയ്യുക. ഒന്നെന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് അയാൾ പറയണം. സെയിം. പിന്നെ വെദർ ഓൾ നെസസറി എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഹാസ് ബീൻ മെയ്ഡ് അവൈലബിൾ ടു ഹിം. അതായത് നമ്മൾ സെക്ഷൻ 143 നമ്മൾ ഒരുപാട് പോയിന്റ് പറയുന്നതിൽ നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷനും കിട്ടിയിട്ടുണ്ടോ, സെയിം പോയിന്റ്. പിന്നെ വെദർ ഓർ നോട്ട് ട്രാൻസാക്ഷൻസ് ഓഫ് ദ ബാങ്ക് have which have come to its notice have been within the power of the bank. അതായത് ബാങ്കുകളുടെ അവർ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വിത്തിൻ ദ പവർ ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ പവറിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്തത് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ബാങ്കിൻ്റെ ഇപ്പോൾ ബാങ്കിൻ്റെ പവർ എന്താണ് എന്ന് മാനേജേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ നമ്മൾ നീരവ് മോദിൻ്റെ കേസൊക്കെ ശരിക്കും ആ ബാങ്ക് മാനേജർക്ക് ശരിക്കും അങ്ങനെ ഒരു സാങ്ഷൻ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ പക്ഷെ അത് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുക, അത് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നോർമലി ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ഥാപനത്തിൽ ഓരോ ട്രാൻസാക്ഷൻസും അത് ബാങ്കിൻ്റെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ചെയ്തതെന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റർ കൺഫേം ചെയ്യണം. അങ്ങനെ ഇല്ലാതെയും ചില ആളുകൾ ഫ്രോഡുലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വെദർ ഓർ നോട്ട് റിട്ടേൺസ് റിസീവ് ഫ്രം ദ ഓഫീസ് ഓർ ബ്രാഞ്ചസ് ഓഫ് ദ ബാങ്ക് ഹാവ് ബീൻ found adequate for the purpose of his audit. അതായത് റിട്ടേൺസ് റിസീവ് ഫ്രം ദ ഓഫീസ് ഓർ ബ്രാഞ്ച്, അയാളെ ബ്രാഞ്ചിൽ നിന്ന്, ബാങ്കുകൾക്ക് വേറെയും ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ ഉണ്ടാവില്ല, ആ ബ്രാഞ്ചിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടോ, ഹാവ് ബീൻ ഫൗണ്ട് അഡിക്വേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ബ്രാഞ്ചുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണം. അപ്പോൾ 4 കാര്യങ്ങളാണ് ബേസിക്കലി പറയുന്നത്. ട്രൂ ആൻഡ് ഫെയർ ആണോ, എല്ലാ ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടോ, ട്രാൻസാക്ഷൻസ് വിത്തിൻ ദ പവർ ആണോ, അതേപോലെ തന്നെ ബ്രാഞ്ചുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും കറക്റ്റായിട്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടോ. Any other matter which he considered should be brought to the notice of the central government. സെൻട്രൽ ഗവൺമെൻറ് നോട്ടീസിലേക്ക് കൊണ്ടുവരണം തോന്നുന്ന എനി അതർ മാറ്റേഴ്സ് അതെന്ത് ചെയ്യാം, അവർക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ, ഇതാണ് നോർമലി ഒരു ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകളൊന്നുമില്ല, എല്ലാ പോയിന്റുകളും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത വേറെ ടോപ്പിക്കുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓഡിറ്റ് ഓഫ് അതർ ബാങ്ക്സ് റിക്വയർ മോർ ഓർ ലെസ് ദ സെയിം അസസ്മെന്റ്. ഇനി വേറെ ഉള്ള ബാങ്കുകളൊക്കെ ആണെങ്കിലും നാഷണലൈസ് ബാങ്ക് അല്ലാത്ത വേറെ ബാങ്കുകളൊക്കെ ആണെങ്കിലും സിമിലർ അസസ്മെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതർ ബാങ്ക്സിൽ നമുക്ക് കാണാൻ പറ്റുക. ഇൻ അഡീഷൻ ഓഡിറ്റ് ഓഫ് എ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ റിക്വയർഡ് ടു റിപ്പോർട്ട് ദ മാറ്റർ കവേർഡ് ബൈ സെക്ഷൻ 143 ഓഫ് ദ കമ്പനീസ് ആക്ട്. സെക്ഷൻ 143 ഓഫ് ദ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലുള്ള ഓഡിറ്ററുടെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് പറയുന്ന ഒരു സെക്ഷൻ ആണ് അല്ലേ. അപ്പോൾ സെക്ഷൻ 143 ആർക്ക് അപ്ലിക്കബിൾ ആവാം, കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ബാങ്കുകൾ ഉണ്ടാവും, ആ ബാങ്കുകൾക്ക് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 143 കൂടെ അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, എന്നാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കാരോ, കമ്പനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ എന്ന് പറയുന്നതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ആളുകൾക്കും കാരോ അപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, അങ്ങനെയുള്ള കമ്പനി അല്ലേ. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഹൗവർ കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു എ ബാങ്കിങ് കമ്പനി. കാരോ എന്ന് പറഞ്ഞ സാധനം ആർക്ക് അപ്ലിക്കബിൾ അല്ല, ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ അല്ല. അതിന് പകരമായിട്ട് അവർക്ക് അപ്ലിക്കബിൾ ആവുന്നൊരു ഫോം എന്ന് പറയുന്നത് ലോങ് ഫോം ഓഡിറ്റ് റിപ്പോർട്ടാണ്, LFAR എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഓഡിറ്റേഴ്സ് ഓഫ് എ പബ്ലിക് സെക്ടർ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്കുകളും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെയും ഓഡിറ്റേഴ്സ്, ഫോറിൻ ബാങ്ക്സ് ആസ് വെൽ ആസ് ദെയർ ബ്രാഞ്ചസ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ്. അവരെന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം ഓൺ വേരിയസ് മാറ്റേഴ്സ്. നമ്മൾ കാരോയിൽ ഒരുപാട് മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന മാതിരി ബാങ്കുകൾ എന്ത് ചെയ്യണം, വേരിയസ് മാറ്റേഴ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം, അവർ ഡിസ്കസ് ചെയ്യണം. സ്പെസിഫൈഡ് ബൈ ദ RBI അവരോട് പറഞ്ഞിട്ടുള്ള പല മാറ്റേഴ്സ്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദ റിപ്പോർട്ട്സ്, ഈ ഓഡിറ്റ് റിപ്പോർട്ടിന് പുറമേ പലപ്പോഴും അവരോട് പറയും ചില സർട്ടിഫിക്കറ്റ്സും കൂടെ അവരോട് എന്ത് ചെയ്യും, RBI റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് അവർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിന് പുറമെ ചിലപ്പം RBI എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് ചില സർട്ടിഫിക്കേഷൻസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻസും കൂടെ എന്ത് ചെയ്യണം, RBIക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഇനിയാണ് ഓഡിറ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് ബാങ്ക്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നോർമലി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇത് 7 മാർക്കിനാണ് നോർമലി ഒരു ഓഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഇതിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല, അത്രയൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലുള്ള ഓരോ പോയിന്റിൻ്റെയും റിലവൻസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിനെ ഒരു 7 മാർക്സിനാണ് എങ്കിൽ ഒരു 8 to 9 അല്ലെങ്കിൽ ഒരു 10 പോയിന്റുകൾ മാക്സിമം നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ ഓഡിറ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് ബാങ്ക്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോർമലി ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കോമൺലി ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ കാണുന്ന അതേ സെയിം പോയിന്റൊക്കെയാണ് നമ്മൾ കാണാം. പിന്നെ ബാങ്കുകൾ സ്പെസിഫിക് ആയിട്ട് വരുന്ന ചില ട്രാൻസാക്ഷൻസ്, ചില ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പം apart from the general considerations such as confirming the validity of its appointment, communicating with the previous auditor, agreeing on the terms of audit engagement, etc., the auditor should consider the following aspects in conducting the audit of a bank. അതിലൊന്ന് ജനറൽ ഇഷ്യൂസ് ആണ്, പിന്നെ സ്പെസിഫിക് ഇഷ്യൂസ്. ജനറൽ ഇഷ്യൂസ് തന്നെ നോർമലി നമ്മൾ ഈ ജനറൽ ഇഷ്യൂവിൽ വരുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ കോമൺലി എല്ലായിടത്തും നമ്മൾ കാണുന്ന പോയിന്റുകളാണ്. എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ സ്ഥാപനത്തിനെ കുറിച്ചും അതിൻ്റെ എൻവയോൺമെന്റിനെ കുറിച്ചും എന്ത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. Understand the bank and its environment. Obtain an understanding of the bank and the control environment to identify and assess the risk and develop an audit plan to determine the effectiveness of the control and address specific risk issues. ഈ സെയിം പോയിന്റ് നമ്മൾ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സെയിം പോയിന്റ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റിസ്ക് എത്രമാത്രം ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ സ്ഥാപനത്തിനെ കുറിച്ചും അതിൻ്റെ എൻവയോൺമെന്റിനെ കുറിച്ചും എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി ചെയ്യണം. പിന്നെ അവരുടെ അക്കൗണ്ടിങ് പ്രോസസ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒബ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അക്കൗണ്ടിങ് പ്രോസസ്സ്, അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണോ മാനുവൽ ആണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ കുറേ നമ്മളുടെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ അതിനനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. പിന്നെ റിസ്ക്, ഒബ്റ്റെയിൻ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോസസ് അഡോപ്റ്റഡ് ബൈ ദ ബാങ്ക് ഫോർ മാനേജിങ് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് ഓപ്പറേഷണൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക്കും അതേപോലെ തന്നെ ഓപ്പറേഷണൽ റിസ്ക്കും ഉണ്ടാവും. ആ 2 റിസ്ക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ, ഓഡിറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുക, ഓഡിറ്റ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഓഡിറ്റിൻ്റെ മെറ്റീരിയാലിറ്റി കണ്ടുപിടിക്കുക, പിന്നെ ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദ റിലവൻറ്റ് ബേസിൽ ഫ്രെയിംവർക്ക് അപ്ലിക്കബിൾ ഫോർ ദ ബാങ്ക്. ബേസിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു റെഗുലേറ്ററി റിക്വയർമെൻ്റ് ആണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ബാങ്കുകൾ ഫോളോ ചെയ്യേണ്ട ചില ക്യാപിറ്റൽ റേഷ്യോസ്, കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ലോൺ കൊടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ആക്ച്വലി എന്ത് ബേസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസിൽ അതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അവർക്ക് റിലവൻ്റ് ആയിട്ട് അപ്ലിക്കബിൾ ആവുന്ന ബേസിൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ ഡിറ്റർമൈൻ ദ എക്സ്റ്റെൻഡ് ഓഫ് റിലയൻസ് ഓൺ റിപ്പോർട്ട്സ് ഓഫ് പ്രീവിയസ് ഓഡിറ്ററുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ RBI റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ, ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, എത്രമാത്രം റിലയബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നോർമലി ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഓഡിറ്റിന് പോകുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയും ചെക്ക് ചെയ്യണം. ആകെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ബേസിൽ ഫ്രെയിംവർക്ക് മാത്രമാണ് അഡീഷണലി വരുന്നത്. ബാക്കിയൊക്കെ എല്ലാ പോയിന്റിലും നിങ്ങൾക്ക് എഴുതാവുന്ന, എല്ലാ മക്കളിലൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ സ്പെസിഫിക് ഇഷ്യൂസ്, ഓഡിറ്റിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൽ ഓരോരോ നമ്മളുടെ ബാലൻസ് ഷീറ്റിലും P&L നമ്മൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ തന്നെ നമ്മൾ കാണിക്കുന്ന കുറേ ഐറ്റംസ് ആണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ബാങ്കിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സാധനം എന്നാണ് അഡ്വാൻസസ് ആണ്. അഡ്വാൻസ് പറഞ്ഞാൽ അവരാർക്കെങ്കിലും കടങ്ങൾ, ലോണൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് അഡ്വാൻസ് എന്നാണ് വിളിക്കുക. ബാങ്ക് നമുക്ക് അഡ്വാൻസ് തരാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഡ്വാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്റേണൽ കൺട്രോൾ ചെക്ക് ചെയ്യണം. പിന്നെ അവിടെ ലെഡ്ജേഴ്സ്, സബ്സിഡിയറി ലെഡ്ജേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യുക, സ്ക്രൂട്ടനൈസ് ചെയ്യാം. ഓക്കെ, ഓരോ പാർട്ടിൻ്റെ ലെഡ്ജേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കോമൺ ലെഡ്ജർ ഉണ്ടാവും. അതിനാണ് കൺട്രോൾ അക്കൗണ്ട് നമ്മൾ വിളിക്കുക. അപ്പോൾ കൺട്രോൾ അക്കൗണ്ടും പാർട്ടി വൈസ് ലെഡ്ജേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. പിന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് അക്കൗണ്ട്,
പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക നമ്മൾ ഉറപ്പ് വരുത്താം. ഓവർ ഡ്യൂ അക്കൗണ്ട് ഉണ്ടാവും, ചില അഡ്വാൻസുകൾ തിരിച്ചു കിട്ടൂല അല്ലേ, ഡ്യൂ ഡേറ്റ് ആയിട്ടും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള പണി എടുത്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഓഡിറ്റർ എൻഷുർ ചെയ്യുക. അതാണ് അഡ്വാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിന്റ്. സിമ്പിളാണ്, ഒരുപാട് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ബാങ്കിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന പോയിന്റ് തന്നെ ഉള്ളൂ. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡിലും സെയിം ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടോ എന്ന് ഉറപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ക്യാഷ് ചെക്ക് ചെയ്യുക. നമ്മൾ ബാങ്കിൽ ഓഡിറ്റിന് പോകണം. അപ്പോൾ ഓഡിറ്റിന് പോകുന്ന സമയത്ത് ഏത് ബ്രാഞ്ചിലാണോ നമ്മൾ പോകുന്നത് അത് വിസിറ്റ് ചെയ്യുക, ഫിസിക്കലി ക്യാഷ് കൗണ്ട് ചെയ്യുക, എന്നിട്ട് അത് ടാലി ചെയ്യുക. എന്തുമായിട്ട്? ബാങ്കിൻ്റെ ക്യാഷ് ബുക്കുമായിട്ട് ടാലി ചെയ്യുക. അപ്പോൾ അത് ടാലി ആവണം. ബാങ്കിൽ പല സ്ഥലത്തായിട്ടായിരിക്കും ക്യാഷ് ഉണ്ടാവുക. അത് നോർമലി നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഒന്നെന്താണ്, ATM ബാങ്കിനോട് ചേർന്നിട്ട് തന്നെ അവരുടെ കൺട്രോളിൽ അവർക്ക് ATM ഉണ്ടെങ്കിൽ ATMൽ അത്ര ക്യാഷ് ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്യാഷ് കൗണ്ടറിലുള്ള ആളുണ്ടാവല്ലോ, അയാളുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതല്ലാതെ ഉള്ളിലുള്ള നമ്മൾ ലോക്കറിൽ വെച്ച മറ്റേ അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം നോർമലി ഇല്ല. പിന്നെ വെരിഫൈ ദ എമൗണ്ട് ഓഫ് ഫോറിൻ കറൻസി. ഇവരുടെ അടുത്ത് ഫോറിൻ കറൻസി ഉണ്ടാവും അല്ലേ, അങ്ങനെ ഉള്ള ആ ഒരു കറൻസി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആൻഡ് ഫോറിൻ കറൻസി നമുക്ക് ഫോറിൻ കറൻസിയിലല്ല നമ്മൾ ബുക്സിൽ കാണിക്കാം. ഫോറിൻ കറൻസി ആസ് ഓൺ 31st March അതിനെന്ത് ചെയ്യും, നമ്മൾ മാർക്കറ്റ് റേറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡിൽ നമുക്ക് നോർമലി ക്യാഷ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫോറിൻ ക്യാഷ് ഉണ്ടാവും. ഫോറിൻ ക്യാഷ് ആണെങ്കിൽ യു ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് അറ്റ് മാർക്കറ്റ് റേറ്റ്. ആ ഡേറ്റിൽ മാർക്കറ്റ് ഡേറ്റിൽ എന്ത് ചെയ്യണം, നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യണം, അത് നമ്മളെ ഇന്ത്യൻ കറൻസിയിലേക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ ബാലൻസ് വിത്ത് RBI. നമ്മളുടെ കുറച്ച് പൈസ RBIൻ്റെ അടുത്തുണ്ടാവും അല്ലെ. ഇപ്പോൾ നമ്മൾ CRR പോലുള്ള ക്യാഷ് റിസർവ് റേഷ്യോ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അത് RBIൻ്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ ബാലൻസ് വിത്ത് RBIൻ്റെ അടുത്തുള്ള ബാലൻസ് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ വേറൊരു ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പോലെ തന്നെ RBIയിലേക്ക് നമ്മൾ കൊടുത്ത പൈസ എന്ത് ചെയ്യണം, നമ്മൾ ബുക്ക് ചെയ്യുക. ഇൻസ്പെക്ട് ദ ലെഡ്ജർ ബാലൻസ് ഓഫ് ഈച്ച് അക്കൗണ്ട് വിത്ത് ബാങ്ക് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം RBI എന്നുള്ള ബാങ്ക് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. പിന്നെ ബാലൻസ് വിത്ത് അതർ ബാങ്ക്, വേറെ ബാങ്കുകളിലുള്ള ബാലൻസുകൾ. ഓക്കെ, ഇൻസ്പെക്ട് ദ റീകൺസിലേഷൻ. അവിടെയും വേറെ ബാങ്ക് ആയിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നോർമലി എന്താണ്, നമ്മളുടെ തന്നെ വേറെ തന്നെ ബ്രാഞ്ച് എന്നാണെങ്കിൽ നമ്മളതിന് ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും എന്തെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യില്ല. ഓക്കെ, നോർമലി നമ്മളുടെ തന്നെ ബ്രാഞ്ച് ആണെങ്കിൽ വിൽ നോട്ട് കീപ്പ്. അതേപോലെ തന്നെ എക്സാമിൻ ദ ലാർജ് ട്രാൻസാക്ഷൻ അല്ല ട്രാൻസാക്ഷൻ, കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഈ ഒരു ചാപ്റ്ററിലുണ്ട്. എക്സാമിൻ ദ ലാർജ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസസ് വിത്ത് ബാങ്ക് ഔട്ട്സൈഡ് ഇന്ത്യ. എൻഷുർ ദാറ്റ് ദേ ആർ കൺവേർട്ടഡ് അറ്റ് മാർക്കറ്റ് റേറ്റ്. അത് മാർക്കറ്റ് റേറ്റിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം, നമ്മൾ ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ്റെ പുറത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില സ്ഥാപനങ്ങൾക്ക് ചില ബാങ്കുകൾക്ക് ഇന്ത്യക്ക് പുറത്ത് ബ്രാഞ്ച് ഉണ്ടാവും. അപ്പോൾ അവരുടെ ബാലൻസും കാര്യങ്ങളും അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തൊക്കെ ഫോറിൻ കറൻസിയിലൊക്കെ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇന്ത്യൻ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം ഓൺ ദ ഫിനാൻഷ്യൽ ഡേറ്റ് പീരീഡ്. പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പം ചോദിച്ചാലും തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകൾ തരുന്ന ഫണ്ടിനെ നമ്മൾ വിളിക്കുക മണി അറ്റ് കോൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് എന്ന് വിളിക്കുക. അത് നോർമലി ബാങ്ക് ടു ബാങ്ക് ആണ് എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങി പെട്ടെന്ന് ഒരു നാളെ തന്നെ ബാങ്ക് നമ്മൾ വിളിച്ച് നമ്മളോട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറയില്ല. കാരണം അങ്ങനെ പ്രാക്ടിക്കലി കൊടുക്കാനും പറ്റില്ല പബ്ലിക്കിന്. അപ്പോൾ നോർമലി ഈ ഒരു വർക്ക് നോർമലി ഈ ഒരു ബാങ്ക് ലോൺ ഫെസിലിറ്റി നോർമലി യൂസ് ചെയ്യുന്നത് ഇപ്പം ചില ബാങ്കുകൾക്ക് അവർക്ക് ഫണ്ട് ഷോർട്ടേജ് പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ആ ഫണ്ട് ഷോർട്ടേജ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, നിയറസ്റ്റ് വേറെ ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ഫണ്ട് കടമായിട്ട് വാങ്ങും. അത് നോർമലി ഒരു ദിവസം 2 ദിവസം ഒക്കെ ആണെന്ത് നോർമലി നമ്മളത് കീപ്പ് ചെയ്യുക. അപ്പോൾ അതിനാണ് മണി അറ്റ് കോൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ എക്സാമിൻ ദ സിസ്റ്റം ഓഫ് ഓതറൈസേഷൻ ഓഫ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഈ മണി അറ്റ് കോളും ഷോർട്ട് നോട്ടീസും ഒക്കെ എങ്ങനെയാണ് ഓതറൈസ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ സിസ്റ്റം എന്ന് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ എൻഷുർ ദാറ്റ് കോൾ ലോൺ മെയ്ഡ് ബൈ ബാങ്ക് ആർ നോട്ട് നെറ്റഡ് ഓഫ് അഗെയിൻസ്റ്റ് ദ കോൾ ലോൺ റിസീവ്. അതായത് ഇത് നെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ചിലപ്പം ആർക്കെങ്കിലും ഇതേപോലെ ലോൺ കൊടുത്തിട്ടുണ്ടാവും, കോൾ ലോൺ കൊടുത്തിട്ടുണ്ടാവും. കോൾ ലോൺ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരാൾക്ക് കൊടുത്തു, പക്ഷേ ഇന്ന് നമുക്ക് ഷോർട്ടായി. അപ്പോൾ നമ്മൾ വേറെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ്. കോൾ ലോൺ എടുത്തതും കോൾ ലോൺ റിസീവ് ചെയ്തതും കോൾ ലോൺ പേ ചെയ്യുന്നതും രണ്ടും എന്തായിരിക്കണം,
ഡിഫറെൻ്റ് ആയിരിക്കണം. പിന്നെ എൻഷുർ ദാറ്റ് മണി മാർക്കറ്റ് ലെൻഡിങ് ഫോർ മോർ ദാൻ 6th day are not classified under this head but as deposit or advance based on their nature of lending. മണി മാർക്കറ്റ് ലെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോർ മോർ ദാൻ 6 days are not classified under this head but as a deposit or advance made by their nature of lending. അപ്പോൾ മണി മാർക്കറ്റ് ലെൻഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മണി അറ്റ് കോളിലല്ല നമ്മൾ ചെയ്യുക. ദറ്റ് ഈസ് സംതിങ്, അത് വേറെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സാധനമാണ്. അത് വേറെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ ഫിക്സഡ് അസറ്റ്സും അങ്ങനെയുള്ള അസറ്റ്സ് ഒക്കെ. അപ്പോൾ നോർമലി ഫിക്സഡ് അസറ്റ് ഒക്കെ നമ്മൾ നോർമലി ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ എങ്ങനെയാണോ ഫിക്സഡ് അസറ്റ് ചെക്ക് ചെയ്യുന്ന സെയിം ഫീച്ചേഴ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം, ensure that accounting method of bank is appropriate. Our accounting method appropriate, അതുപോലെ തന്നെ ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് അഡിക്വേറ്റ് ആണോ എന്ന് എന്ത് ചെയ്യാം, നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് അഡിക്വേറ്റ് ആണോ എന്ന് എന്ത് ചെയ്യാം, നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ എക്സാമിൻ വിത്ത് റെഫറൻസ് ടു ഷെഡ്യൂൾ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു ഫൈൻഡ് ന്യൂ അസറ്റ് അക്വയർഡ്. നമ്മൾ ഷെഡ്യൂൾ ഓഫ് ഫിക്സഡ് അസറ്റ് ചെക്ക് ചെയ്യുക ഫോർ ന്യൂ അസറ്റ്സ് അക്വയർഡ്. നമ്മൾ അക്വയർ ചെയ്ത പുതിയ അസറ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഷെഡ്യൂൾസിലുണ്ടാവും ഏതൊക്കെയാണ് പുതിയ അസറ്റ്സ് വാങ്ങിയത്, ഏതൊക്കെ സെയിൽ ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, സെയിൽ ഡീഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സെയിൽ ഡീഡ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക വിത്ത് ദ സെയിൽ ഓഫ് ദ അസറ്റ്. പിന്നെ എൻഷുർ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ബേസിസ് ഓഫ് റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ചില ഫിക്സഡ് അസറ്റ് നമ്മൾ റീവാല്യൂ ചെയ്യും, നമ്മൾ ആ ബുക്സിലുള്ള വാല്യൂനേക്കാൾ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ കാണിക്കും. ഓക്കെ, അപ്പോൾ റീവാല്യൂ ചെയ്തതിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്, എന്തിനാണ് നമ്മൾ റീവാല്യൂ ചെയ്തത്, ബേസിസ് ഓഫ് റീവാല്യൂഷൻ എന്താണെന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കംപ്ലയൻസ് ഓഫ് സെക്ഷൻ 9 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. സെക്ഷൻ 9 പറയുന്നത് വെച്ചാൽ ഫിക്സഡ് അസറ്റുകൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ അസറ്റ്സ് ഒക്കെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം ഇത്ര വർഷം നിങ്ങൾ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കംപ്ലൈൻസ് ആണ് സെക്ഷൻ 9. അപ്പോൾ ആ സെക്ഷൻ 9 ഒക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. ദെൻ ബോറോയിങ്സിലും നമ്മൾ എന്താ ചെയ്യുന്നത്, ബോറോയിങ്സ് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങാണ് അല്ലേ. എൻഷുർ ദാറ്റ് എമൗണ്ട് ഹാസ് ബീൻ പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ് ഫോർ ബോറോയിങ് ഇൻ ഇന്ത്യ from RBI and borrowing from outside India. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ഡിസ്ക്ലോഷർ മെയ്ഡ് ചെയ്തിട്ടുണ്ടോ, എന്ത് ഇന്ത്യയിൽ ബോറോ ചെയ്തു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ് ബോറോയിങ്ങിൻ്റെ. ബോറോയിങ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യൻ്റെ പുറത്തുനിന്ന് നമ്മൾ ബോറോ ചെയ്യും, ഇന്ത്യയിലും എന്ത് ചെയ്യും, നമ്മൾ ബോറോ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ നോക്കുക. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇൻ കമൻഷറേറ്റ് വിത്ത് ദ ഡ്യൂറേഷൻ ഓഫ് ദ ബോറോയിങ്സ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, അത് കമൻഷറേറ്റ് ചെയ്യുന്നുണ്ടോ വിത്ത് ദ ഡ്യൂറേഷൻ ഓഫ് ദ ബോറോയിങ്സിൻ്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ അതുമായിട്ട് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാച്ച് ആവുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബോറോയിങ്സ് ഓഫ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആർ പ്രോപ്പർലി ഓതറൈസ്. ബോറോയിങ്സ് ഒക്കെ പ്രോപ്പർലി ഓതറൈസ് ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡെപ്പോസിറ്റ്സ് എന്ന് ഇവിടെ ബേസിക്കലി ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണ്. അതായത് നമ്മൾ ക്ലയൻറ്റിൻ്റെ ഡെപ്പോസിറ്റ്സ്, അതായത് നമ്മളെ ബാങ്കിലേക്ക് പബ്ലിക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ എൻഷുർ ദാറ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ ഓൺ ഡെപ്പോസിറ്റ്സ് ഹാസ് ബീൻ അക്രൂ ആയി പക്ഷേ ഡ്യൂ ആയിട്ടില്ല. ഓൺ ഡെപ്പോസിറ്റ് ഹാസ് നോട്ട് ബീൻ ടേക്കൺ അണ്ടർ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. നമ്മൾ നോർമലി ഫിക്സഡ് FD ഒക്കെ ആണെങ്കിൽ, FD ഒക്കെ നോർമലി നമ്മളൊരു 5 വർഷം അല്ലെങ്കിൽ 3 വർഷത്തേക്കൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും അക്രൂ ആവും. പക്ഷേ നമുക്കത് ഡ്യൂ ആവില്ല, നമുക്ക് എൻഡ് ഓഫ് ദ പീരീഡിലാണെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ റവന്യൂ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് നോർമലി ലയബിലിറ്റി ആയിട്ട് ബുക്ക് ചെയ്യുന്നത് ആ പീരീഡിലായിരിക്കും. അതുവരെ അത് പ്രൊവിഷണൽ ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ സി വെദർ ദർ ഈസ് എനി ഇൻസ്റ്റൻസ് ഓഫ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നല്ല മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതി വെക്കുക. അതാണ് ഇത് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, വെറുതെ എക്സ്പെൻസും കാര്യങ്ങളും കൂട്ടാനൊക്കെ ഈ പ്രൊവിഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളൊക്കെ വെറുതെ ആഡ് ചെയ്യുക, ലെസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പിന്നെ
ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ക്യാപിറ്റൽ എക്സാമിൻ ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എക്സാമിൻ ചെയ്യാം. അപ്പോൾ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് പാസ് ചെയ്തത് ചെക്ക് ചെയ്യാം. ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഓർ MOA. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ MOA അബൌട്ട് ഇൻക്രീസിങ് ഇൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള MOA അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് റീഡ് ചെയ്യുക. പ്രോസ്പെക്ടസ് നോക്കുക. പ്രോസ്പെക്ടസ് ഇപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും അല്ലേ, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള പ്രോസ്പെക്ടസ് റീഡ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസ് ഫോർ എനി ഫ്രഷ് കോൺട്രിബ്യൂഷനിൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, റീഡ് ഔട്ട് ചെയ്യുക. അപ്പം നോർമലി ഒരു ക്യാപിറ്റൽ ഒരു നമ്മൾ ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ ചെയ്തിരുന്ന അതേ പോയിന്റുകളൊക്കെ തന്നെ. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ് സർപ്ലസിൽ എന്താ ഉണ്ടാവുക, നമ്മളെ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്സും കാര്യങ്ങളും അലോക്കേറ്റ് ചെയ്ത ഫണ്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് എക്സാമിൻ ചെയ്യുക ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഒരുപാട് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടാവും അല്ലേ, P&L അക്കൗണ്ട് ഉണ്ടാവും, ജനറൽ റിസർവ് ഉണ്ടാവും. അതുപോലെ ബാങ്ക് ആകുമ്പോൾ ഒരുപാട് റിസർവ്സ് അവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ അതിൽ അഡീഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഡക്ഷൻസ് ഉണ്ടാവും, ഫ്രം റിസർവ്സ് ഉണ്ടാവും, റീസൺ ഫോർ അപ്രോപ്രിയേഷൻസ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇൻ റെസ്പെക്ട് ഓഫ് ഫോറിൻ ബ്രാഞ്ച് എൻഷുർ കംപ്ലൈൻസ് വിത്ത് ഫോറിൻ ലോ. ഫോറിൻ ബ്രാഞ്ച് ആണെങ്കിൽ ഫോറിൻ ലോസ് എന്ത് ചെയ്യണം, ഈ റിസർവ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മൾ ബാങ്ക് പല ആവശ്യം ഇതിലെന്ത് ചെയ്യും, നമ്മൾ ഫണ്ട് നമുക്ക് ഇപ്പോൾ ചെക്കായിട്ടും അല്ലെങ്കിൽ DD ആയിട്ടൊക്കെ നമുക്ക് പല ആൾക്കാർക്കും ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നോർമലി ബാങ്കിലേക്ക് നമ്മൾ ഈ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ ഫണ്ട് നമുക്ക് വേണ്ട ആളുകളിലേക്ക് അവർ എത്തിച്ചു കൊടുക്കും, DDO അല്ലെങ്കിൽ അങ്ങനെയുള്ള മെയിൽ ട്രാൻസ്ഫറൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് പേയബിൾ ആണ്. ഓക്കെ, പേയബിൾ എമൗണ്ട് ആണ്. നമ്മൾ അവർ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ആ എമൗണ്ട് നമ്മൾ DD ഡ്രാഫ്റ്റ് ചെയ്യും. ഈ DD ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഈ DD എന്ത് ചെയ്യും, നമ്മൾ ആർക്കാണോ ഈ ഫണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആൾക്ക് എന്ത് ചെയ്യും, നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യും. അയാളുടെ ബ്രാഞ്ചിൽ പോയിട്ട് എന്ത് ചെയ്യും, അയാൾ അതിനെ കളക്ട് ചെയ്യാണ് എന്ത് ചെയ്യുക, ചെയ്യാം. ഓക്കെ, അപ്പം ഹി ഷുഡ് ഇവാലുവേറ്റ്. അപ്പം ബിൽസ് പേയബിൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. ദ എക്സിസ്റ്റൻസ്, എഫക്റ്റീവ്നെസ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ദ ഇന്റേണൽ കൺട്രോൾ ഓവർ ബിൽസ് പേയബിൾ. ഓക്കെ, ബിൽസ് പേയബിളിൻ്റെ ഇന്റേണൽ കൺട്രോൾസും അതിൻ്റെ എഫക്റ്റീവ്നെസ്സും എക്സിസ്റ്റൻസും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. Such control should usually include the following: draft, mail transfer, traveler's check should be made out in standard printed forms. സ്റ്റാൻഡേർഡ് പ്രിന്റഡ് ഫോം ഉണ്ടായിരിക്കണം, ആ ഫോമിലായിരിക്കും അത് ചെയ്യുക. അതൊരു കൺട്രോളിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അൺയൂസ്ഡ് ഫോംസ്. ഈ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ്, നമ്മളിപ്പോൾ ഒരു A4 പറയുന്ന പോലെ ഒരു ഇപ്പോൾ ചെക്കൊക്കെ പറയുന്ന പോലെ എന്താണ് ഒരു നമ്പറിങ് ഉള്ള ഒരു സാധനമായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മളിപ്പോൾ ഒരു പേയ്മെൻറ്റ് അടയ്ക്കുന്ന സമയത്ത് അവർ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ പ്രിന്റിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുക. അപ്പം ഈ സാധനം അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിന് അൺയൂസ്ഡ് ഫോംസും കാര്യങ്ങളൊക്കെ അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ റെസ്പോൺസിബിൾ ഓഫീസേഴ്സ് ആയിരിക്കണം. ഓക്കെ, ദ ബാങ്ക്സ് ഷുഡ് ഹാവ് എ റിലയബിൾ പ്രൈവറ്റ് കോഡ്. ബാങ്കിന് എന്ത് റിലയബിൾ പ്രൈവറ്റ് കോഡ് ഉണ്ടാവും, നോൺ ഓൺലി ടു ദ റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ബ്രാഞ്ചിലുള്ള ആളുകൾക്ക് മാത്രമേ ആ പ്രൈവറ്റ് കോഡ് അറിയാൻ പറ്റുള്ളൂ. ആ കോഡിംഗ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അവർ ആ ഒരു ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഓഫ് ദ ടെലഗ്രാം ഷുഡ് ബി ഡൺ ഓൺലി ബൈ സച്ച് ഓഫീസേഴ്സ്. അവർ മാത്രമേ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഓഫീസർക്ക് മാത്രമേ അതിന് റൈറ്റ് ഉണ്ടാവുള്ളൂ, അയാൾ മാത്രമേ ആ ഒരു ഓപ്പറേഷണൽ ആക്ടിവിറ്റി ചെയ്യുള്ളൂ. സിഗ്നേച്ചർ ഓൺ ദ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഷുഡ് ബി ചെക്ക്ഡ് ബൈ ആൻ ഓഫീസർ വിത്ത് ദ സ്പെസിമെൻ സിഗ്നേച്ചർ ബുക്ക്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സിഗ്നേച്ചർ, ഡിമാൻഡ് ഡ്രാഫ്റ്റിലുള്ള സിഗ്നേച്ചർ, അതുപോലെ തന്നെ സ്പെസിമെൻ സിഗ്നേച്ചർ ബുക്കിലുള്ള ഇത് സിഗ്നേച്ചർ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് issued by the branch should be immediately
confirmed by advisors to the branches concerned. Okay. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മളിവിടെ അടിക്കുമ്പോൾ തന്നെ ഇഷ്യൂഡ് ബൈ ദ ബ്രാഞ്ച് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി, അതെന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് ബ്രാഞ്ച് എന്ത് ചെയ്യണം, അതിനുള്ള റെസ്പോൺസ് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് തരണം. ഓൺ പേയ്മെന്റ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്സ് ദ പേയിങ് ബ്രാഞ്ച് ഷുഡ് സെൻഡ് എ ഡെബിറ്റ് അഡ്വൈസ് ടു ദ ഒറിജിനേറ്റിംഗ് ബ്രാഞ്ച്. എന്നിട്ട് നമ്മൾ ഈ ഒരു DD ആർക്കാണോ അയക്കുന്നത് അവർക്ക് ഇത് കൊറിയറായിട്ട് കാര്യങ്ങളോ നമ്മൾ അയക്കും. എന്നിട്ട് അവരത് ആ ബാങ്കിൽ പോകുന്ന സമയത്ത് ആ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു പേയ്മെൻറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, ഈ ബാങ്കിന് ഇപ്പം നമ്മൾ കാലിക്കറ്റുള്ള ഒരു ബ്രാഞ്ചിനായിരിക്കും പൈസ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അത് അവരെന്ത് ചെയ്യും, നമ്മളെ പേരിൽ അവിടെ വരവ് വെക്കും. പിന്നെന്ത് ചെയ്യും, മറ്റൊരത് അവിടെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ഡിസ്പോസ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ വരുന്നത്. ഇഫ് ദ പേയിങ് ബ്രാഞ്ച് ഡസ് നോട്ട് റിസീവ് പ്രോപ്പർ കൺഫർമേഷൻ, ഈ പൈസ കൊടുക്കുന്ന ബ്രാഞ്ചിന് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ from the issuing bank, it should take immediate steps to concern and ascertain the reason. എന്തുകൊണ്ടാണ് റീസൺസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇൻ കേസ് ആൻ ഇൻസ്ട്രുമെന്റ് പ്രിപ്പയർഡ് ഓൺ എ സെക്യൂരിറ്റി പേപ്പർ, എക്സാമ്പിൾ ഡ്രാഫ്റ്റ്, ഹാസ് ബീൻ ക്യാൻസൽഡ്. ഇനിയിപ്പോൾ ഈ ഒരു സാധനം ഏതെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഡ് ബി എക്സാമിൻ വെദർ ദ മാനർ ഓഫ് ക്യാൻസലേഷൻ ഓഫ് സച്ച് ഇൻസ്ട്രുമെന്റ്സ് കനോട്ട് ബി മിസ്യൂസ്ഡ്. Cases of frequent cancellation and reissuance of draft pay orders etc. should be carefully looked into by the responsible officials. Okay. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഏരിയ ആണ്. ഇന്നിപ്പോൾ അത്ര റിലവൻ്റ് ഇല്ലാത്തൊരു ഭാഗമാണ് DD ഒന്നും ഇപ്പോൾ നോർമലി നമ്മൾ എടുക്കല്ലേ. ഞങ്ങളൊക്കെ CAക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ CPTയിലും അതുപോലെ തന്നെ ഇൻ്ററിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തൊക്കെ DD എടുത്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ പറയും ഇന്ന ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യണം, DD എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്നാണ് പറയുക. അപ്പം ഇവിടെ നമ്മൾ ഇതേപോലെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് നോർമലി ചെയ്യുക. ഇപ്പോൾ ഇന്നിപ്പം നമ്മൾ അത് പലപ്പോഴും ഒരു NEFT അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫറുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ റിലവൻസ് മാക്സിമം കുറഞ്ഞു വന്നു, പക്ഷെ എന്നാലും ബാങ്കുകൾ അത് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട്. പിന്നെ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഒരു അപ്പോൺ എ സെർട്ടൈൻ ചില അൺസെർട്ടൈൻ ഇവൻറ്റുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വരുന്ന ലയബിലിറ്റിയാണ് എന്ത്, കണ്ടിജൻറ്റ് ലയബിലിറ്റി. ഇൻ റെസ്പെക്ട് ഓഫ് എ കണ്ടിജൻറ്റ് ലയബിലിറ്റി, the auditor is primarily concerned with seeking reasonable assurance that all, see നമ്മൾ ഓഡിറ്റ് തന്നെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, റീസണബിൾ അഷ്യൂറൻസ് കൊടുക്കാനല്ലേ, that all contingent liabilities are identified and properly valued. എല്ലാ കണ്ടിജൻറ്റ് ലയബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, പ്രോപ്പർലി വാല്യൂ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. ഇൻ ദിസ് ആൻ ഓഡിറ്റർ ഷുഡ് ജനറലി ഫോളോ ദ ഓഡിറ്റ് പ്രൊസീജിയർ ഗിവൺ ബിലോ. അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓഡിറ്റർ ഷുഡ് വെരിഫൈ, അയാൾ വെരിഫൈ ചെയ്യണം വെദർ there exists a system whereby non-fund based facilities to parties are extended only to their regular constituents. Okay, non-fund based ആയിട്ട് ചില ഫെസിലിറ്റീസ്, ലോക്കർ ഫെസിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇപ്പം ഈ LC പോലുള്ള സാധനങ്ങൾ അതൊക്കെ നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസ് ആണ്. അപ്പം ഈ ഫെസിലിറ്റി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഒരു നമ്മൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നമുക്ക് റിലയബിൾ ആവുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് ചിലപ്പോൾ അവർ മിസ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ബാങ്കിന് ഒരു ലയബിലിറ്റി അവിടെ വരും. ഓക്കെ, അപ്പോൾ അത് കണ്ടിജൻറ്റ് ലയബിലിറ്റിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അസർട്ടൈൻ വെദർ ദർ ആർ അഡിക്വേറ്റ് ഇന്റേണൽ കൺട്രോൾ ടു എൻഷുർ ദാറ്റ് ട്രാൻസാക്ഷൻസ് giving rise to contingent liability are executed only by persons authorized to do so and in accordance with the laid down procedure. അത് ഓതറൈസ് പേഴ്സൺസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. ഇപ്പം LC ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ആണെങ്കിൽ ഓതറൈസ് പേഴ്സണിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ബാങ്കുകളിൽ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദാറ്റ് വെദർ ഇൻ കേസ് ഓഫ് LC ഫോർ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന് മേലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ കൊടുക്കും. എന്താണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, നമുക്ക് പുറം രാജ്യത്തു നിന്ന് എന്ത് ചെയ്യണം, ഒരു സാധനം വാങ്ങണം, നമ്മളുടെ കസ്റ്റമേഴ്സിന് വാങ്ങണം. അപ്പം അവർക്ക് അവിടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അവിടുന്ന് ലോൺ കിട്ടില്ല. പക്ഷേ അങ്ങനെ അവിടുന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് ആ ഫണ്ട് ആ ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവിടുത്തെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇന്ന ആൾ ക്രെഡിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഇവർക്ക് ലോൺ കൊടുത്താൽ റീപേ ചെയ്യും എന്നൊക്കെ ഇവിടുത്തെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്ന ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആയിട്ട് അവർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവർക്ക് എന്ത് ചെയ്യാം, അതിനെ ലോണാക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് അവർ എന്ത് ചെയ്യും, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാം, വലിയ വലിയ മെഷീനറീസ് ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ഇവിടുന്ന് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് ആണ് എന്ത് LC എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. The payment to the overseas suppliers is made on the basis of shipping
documents and after ensuring that the said documents are in strict conformity with the terms of LC. അപ്പോൾ നമ്മൾ ഓവർസീസ് സപ്ലയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് LC. അപ്പോൾ അതൊക്കെ കണ്ടീഷൻ ലയബിലിറ്റി. നോർമലി ഇയാൾ കൊടുക്കും, ഇയാൾക്കൊരു ഗ്യാരണ്ടി മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡറി ലയബിലിറ്റി ഈ ബാങ്കിനാണ് എന്ത് ചെയ്യുക നോർമലി വരിക. അതിന് ചിലപ്പം ഒരു കോമ്പൻസേഷനോ കാര്യങ്ങളൊക്കെ പേ ചെയ്യേണ്ടി വരും ഇഫ് ദ പാർട്ടി ഹാവ് നോട്ട് എന്താണ് അതിനെ ഫുൾഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ. അപ്പോൾ ഓഡിറ്റർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. അതിന് ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരല്ലേ കൊടുക്കുന്നതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ he should also ascertain whether the accounting system of the bank provides for maintenance of adequate records in respect of such obligation and whether internal control അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് അഡിക്വേറ്റ് റെക്കോർഡ്സും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലേ എന്ന് എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക ഇങ്ങനെയുള്ള കണ്ടിജന്റ് ലയബിലിറ്റിൻ്റെ മേലെ. പിന്നെ substantive audit test to establish completeness of the records obligation. Such test includes confirmation procedure as well as examination of relevant records in appropriate cases. Okay, നമ്മൾ ഓഡിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക ചില കണ്ടിജന്റ് ലയബിലിറ്റി വരുന്ന ഏരിയസിൽ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശം. പിന്നെ he should review the reasonableness of year end amount of contingent liability. കണ്ടിജന്റ് ലയബിലിറ്റി ഇയർ എൻഡിലുള്ള എമൗണ്ടിൻ്റെ കണ്ടിജന്റ് ലയബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം ഇൻ ലൈറ്റ് വിത്ത് ദ പ്രീവിയസ് എക്സ്പീരിയൻസും നോളേജ് ഓഫ് ദ കറണ്ട് ഇയേഴ്സ് ആക്ടിവിറ്റി. ഈ വർഷത്തെ ആക്ടിവിറ്റിയും പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, കണ്ടിജന്റ് ലയബിലിറ്റിൻ്റെ റീസണബിൾനെസ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. പിന്നെ he should also review whether comfort letter issued by the bank has been considered for ഡിസ്ക്ലോഷർ ഓഫ് കണ്ടിജന്റ് ലയബിലിറ്റി. കംഫർട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് നമ്മൾ LC പറഞ്ഞ പോലെ ഒരു ബാങ്ക് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ലെറ്ററാണ് ഇത് കംഫർട്ട് ലെറ്റർ. ആ കംഫർട്ട് ലെറ്ററിൻ്റെ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇവർ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലയബിലിറ്റി ആർക്ക് വരും, ബാങ്കിന് വരും. അതുകൊണ്ടാണ് അതിന് കണ്ടിജന്റ് ലയബിലിറ്റി നമ്മൾ വിളിക്കുക. ബാങ്കിൽ പല കണ്ടിജന്റ് ലയബിലിറ്റീസ് ഇങ്ങനെ ഉണ്ടാവും ഒരു ഗ്യാരണ്ടി നിൽക്കുന്ന കേസുകളിലൊക്കെ. പിന്നെ ബിൽസ് ഫോർ കളക്ഷൻ. ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവരോട് പറയുന്നത് ചെക്ക് ബുക്കിനെയാണ്. നിങ്ങൾ ചെക്ക് ബുക്കിനെ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ വെദർ ഓൾ ബിൽസ് ഡ്രോൺ ഓൺ അതർ ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബാങ്ക് ഫോർ ബിൽ ഫോർ കളക്ഷൻ. വേറെ ബ്രാഞ്ചിൻ്റെ ചെക്ക് കാര്യങ്ങളാണെങ്കിൽ നമ്മളുടെ ബുക്സിൽ എന്ത് ചെയ്യേണ്ടത്, നമ്മളത് അക്കൗണ്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ഇൻവേർഡ് ബിൽസ് ഉണ്ടാവും. ഇൻവേർഡ് ബിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെക്ക് നമ്മളുടെ ബാങ്കിലേക്ക് വരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഈ വന്ന ബില്ല് നമ്മൾ എന്ത് ചെയ്യും, അന്ന് തന്നെ എന്ത് ചെയ്യും, ക്ലിയറിങ്ങിന് വേണ്ടി നമ്മൾ പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഒരു ആൾ ഫണ്ട് ഡെപ്പോസിറ്റ് മീൻസ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവേർഡ് ബില്ലാണ്. പിന്നെ അത് എന്ത് ചെയ്യും, ആ ബ്രാഞ്ചിലുള്ള ചെക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ബ്രാഞ്ചിലേക്ക് അതിനെ അന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇതും. അതാണ് ഔട്ട്വേർഡ് ബിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻവേർഡ് ബിൽ ആർ ജനറലി അവൈലബിൾ വിത്ത് ദ ബാങ്ക് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ നമുക്ക് വന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, വന്ന എല്ലാ ഇൻവേർഡ് ബിൽസും എന്ത് ചെയ്യും, ക്ലോസിംഗ് ഡേറ്റിൽ ഉണ്ടാവും. ആൻഡ് ഓഡിറ്റർ മസ്റ്റ് എൻഷുവർ മേ ഇൻസ്പെക്ട് ദം അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എന്ത് ചെയ്യും, ആൾക്ക് ഇൻസ്പെക്ട് ചെയ്യും. ദ ബാങ്ക് ഡിസ്പാച്ചസ് ഔട്ട്വേർഡ് ബിൽസ് ഫോർ കളക്ഷൻ സൂൺ ആഫ്റ്റർ ദേ ആർ റിസീവ്ഡ്. ഓക്കെ, കിട്ടിയ അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഔട്ട്വേർഡ് ബിൽസ് എന്ത് ചെയ്യും, അവർ കൊടുക്കും. They are therefore not likely to be in the hand at the date of balance sheet. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ എന്ത് ചെയ്യില്ല, അപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ഔട്ട്വേർഡ് ബില്ലാണെങ്കിൽ, പുറത്തേക്ക് പോകേണ്ട ബില്ലാണെങ്കിൽ എന്ത് ചെയ്യും, അന്ന് തന്നെ എന്ത് ചെയ്യും, അത് പോകും. അപ്പോൾ നോർമലി നമ്മുടെ അടുത്ത് ബാലൻസ് ആയിട്ട് ഔട്ട്വേർഡ് ബില്ല് നോർമലി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദ ഓഡിറ്റർ മേ വെരിഫൈ ദം വിത്ത് റെഫറൻസ് ടു ദ രജിസ്റ്റർ മെയിൻറ്റെയിൻ ഫോർ ഔട്ട്വേർഡ് ബിൽസ് ഫോർ കളക്ഷൻ. അപ്പം ആ ബിൽസും കാര്യങ്ങളും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഓഡിറ്റർ ഷുഡ് ഓൾസോ എക്സാമിൻ കളക്ഷൻസ് മെയ്ഡ് സബ്സിക്വൻറ്റ് ടു ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ടു ഒബ്റ്റെയിൻ ഫർദർ എവിഡൻസ് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ബിൽ ഫോർ കളക്ഷൻ. അതിനുശേഷം ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമുള്ള കുറച്ചും കൂടി ഡേറ്റുകൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവരുടെ പിന്നീട് വരുന്ന ഡേറ്റിലുള്ള ചെക്സും കളക്ഷൻസും ഒക്കെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലേ എന്നും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ മാത്രമല്ല അതിന് മുന്നും ശേഷമുള്ള ട്രാൻസാക്ഷൻസും കൂടെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക.
In regards to the bill for collection, the auditor should also examine the procedure for crediting the party on whose behalf the bill has been collected. The procedure is usually such that the customer's account is credited. നമുക്ക് ചെക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ആ ചെക്ക് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ, അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഓൺലി ആഫ്റ്റർ ദ ബിൽ ആർ ആക്ച്വലി ബീൻ കളക്റ്റഡ് ഫ്രം ദ ഡ്രോയി ഐദർ ബൈ ദ ബാങ്ക് ഇറ്റ് സെൽഫ് ഓർ ത്രൂ ഇറ്റ്സ് ഏജന്റ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറില്ല അല്ലേ. ഇപ്പോൾ പുതിയ റൂൾ അങ്ങനെയാണ്, അന്ന് തന്നെ ക്ലിയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. നോർമലി എന്ത് 2 to 3 days എടുക്കും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവരെന്ത് ചെയ്യില്ല, അന്ന് തന്നെ ഇടില്ല. അത് ബിൽ ഫോർ കളക്ഷൻ, അത് കളക്ഷന് വേണ്ടി പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടില്ലേ, അതൊക്കെ അങ്ങനെ തന്നെ അല്ലേ പോകുന്നത് എന്ത് ചെയ്യുക, ഓഡിറ്റർ ചെക്ക് ചെയ്യുക. അതാണ് ബിൽസ് ഫോർ കളക്ഷനിൽ പറയുന്നത്. പിന്നെ ട്രഷറി ഓപ്പറേഷൻസ് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞത് ന്യൂ വേ ഓഫ് ബാങ്കുകളുടെ പുതിയ കോൺസെപ്റ്റുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ട് ഇതിലൊന്നും എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. എന്താണ് ഈ ട്രഷറി ഓപ്പറേഷൻസ് ഒന്നുമില്ല. ട്രഷറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ സെക്യൂരിറ്റീസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ട്രഷറി ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ അത് ഒക്കെ എല്ലാം ഈ ബാങ്കുകളിലുണ്ടാവും. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം, അതിൻ്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നില്ലെന്നും കൂടെ എന്ത് ചെയ്യുക, ഓഡിറ്റർ ചെക്ക് ചെയ്യുക. അപ്പോൾ ബാങ്ക് ഈ ഓഡിറ്റ് ഓഫ് ബാങ്ക് എന്ന് പറയുന്നതിൽ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എക്സാമിന് നമുക്ക് വരികയാണെങ്കിൽ നോർമലി ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് നോർമൽ ചോദിക്കുകയാണെങ്കിൽ തന്നെ MCQ ലെവലിൽ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഈ ഓഡിറ്ററുടെ അപ്പോയിൻമെൻറ്റ്, അതേപോലെ തന്നെ റെമ്യൂണറേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ ഇതായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതെല്ലാ പോയിന്റും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ 3 പേജ് ഉണ്ട്, നമ്മളെ മെറ്റീരിയലിൽ തന്നെ 3 പേജ് ഇതുണ്ട്. ഓഡിറ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് ബാങ്ക് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ആസ്പെക്ട്സ് നമുക്കറിയാവുന്ന പോയിന്റ്, റിസ്ക് കാൽക്കുലേഷൻ, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുക, അക്കൗണ്ടിങ് പ്രോസസ്സ് എങ്ങനെയാണ് നോക്കുക, ഓഡിറ്റ് പ്ലാനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ജനറൽ ആസ്പെക്ട്സിൽ വരുന്നത്. സ്പെസിഫിക് ആസ്പെക്ട്സിൽ ബാങ്കുകളിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വാൻസസ്, ക്യാഷ് ഇൻ ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് വിത്ത് RBI, ബാലൻസ് വിത്ത് അതർ ബാങ്ക്സ്. ഓക്കെ, ഈ ഹെഡിങ്ങിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പോയിന്റുകൾ എഴുതാൽ മതി, അല്ലെങ്കിൽ സ്പ്രെഡ് ആയിട്ട് എഴുതിയാലും മതി. കാരണം അത്രയും കണ്ടന്റ് എക്സാമിന് നമുക്കത് ഫുള്ള് 7 മാർക്കിന് എഴുതണം എന്നില്ല. പക്ഷേ ഓരോ പോയിന്റിലും അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ബ്രീഫ് ചെയ്യുക. അത് തന്നെ ഇറ്റ്സ് മോർ ദാൻ സഫീഷ്യൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ലാസ്റ്റ് മിനിറ്റിൽ നമ്മളൊന്ന് റീഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ഓഡിറ്റിൻ്റെ എക്സാമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, ഇതിന് 2-3 പ്രാവശ്യം വായിക്കുന്നത് നന്നാവും. ഓക്കെ, സോ അതാണ് ഓഡിറ്റ് ഓഫ് ബാങ്ക്സ്.